ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരള സംസ്ഥാന ഭാഗ്യക്കുറി ലോട്ടറിയെക്കുറിച്ചാണ്. ഈ വീഡിയോ ലോട്ടറി എടുക്കുന്ന ആൾക്കാരെ വിഷമിപ്പിക്കാനോ എടുക്കാത്ത ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാനോ വേണ്ടിയല്ല. ലോട്ടറിയിൽ സമ്മാനമൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ചിലവാക്കിയ തുകയോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരു മാർഗത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലോട്ടറി ബിസിനസ് എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിനാണെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾക്കാണെങ്കിലും ഒരുപാട് ഉപകാരമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മിതമായ രീതിയിലാണ് ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഹാബിറ്റ് തെറ്റായ ഒരു കാര്യമല്ല. എല്ലാ ദിവസവും ടിക്കറ്റ് എടുക്കുന്ന ഒരാളാണെങ്കിൽ ഒരു മാസത്തേക്ക് ചിലവ് വരുന്നത് 1500 രൂപയാണ്. അത് ഒരു വർഷത്തേക്ക് 18,000, 10 വർഷത്തേക്ക് 1,80,000. അത് എത്ര കാലത്തേക്കാണോ എടുക്കുന്നത് അത് പിന്നെ ആ തുകയുടെ അളവ് കൂടി വരും. മറ്റൊന്നുമല്ല, നമ്മൾ ചിട്ടി വെക്കുന്നത് പോലെ SIP മുഖേന മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒരു മാസം നിങ്ങൾ എത്രയാണോ ടിക്കറ്റിന് വേണ്ടി ചിലവാക്കുന്നത് അത്രയും തുക തന്നെ നിങ്ങൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 20 വർഷം കൊണ്ട് ടിക്കറ്റിന് ചിലവാക്കുന്ന തുക 3,60,000 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടാൻ പോകുന്നത് 10 അതിൽ കൂടുതലോ ലക്ഷം രൂപയാണ്. ഈ ഒരു മാർഗം ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ സമ്മാനം ലഭിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ പണം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഞാനൊരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ല, നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. എത്ര ചെറിയ തുക വെച്ചിട്ട് നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റുന്നതാണ്. അത് ഈ ലോട്ടറി എടുക്കുന്ന ആൾക്കാർ മാത്രമല്ല, സാധാരണക്കാരായ എല്ലാ ജനങ്ങളും നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും മിനിമം റിട്ടേൺസ് വെച്ചിട്ടുള്ള കാൽക്കുലേഷനാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായ വിവരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതൊരു ഉപകാരമുള്ള വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യുക.